അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബണ്ണ് വെച്ചിട്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്കണേ. നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്ലെയിൻ ബണ്ണ് വാങ്ങാറുണ്ടെങ്കിൽ നമുക്കതിനെ നല്ലൊരു ഗാർലിക് ചീസ് ബണ്ണാക്കിയിട്ട് മാറ്റിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഒരു 5 ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗാർലിക് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെ കൂടെ തന്നെ ഒരല്പം മല്ലിയിലയും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ തന്നെ നല്ല ഉപ്പുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇനി അല്പം ഗ്രേറ്റഡ് ചീസ് വേണം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് ബ്ലോക്കാണ് എടുത്തിട്ടുള്ളത്. അതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഓരോ ബണ്ണ എടുത്തിട്ട് നമുക്കൊരു ക്രോസ് ഷേപ്പിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇനി മുറിച്ച് വെച്ച ഭാഗത്തായിട്ട് നമുക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളോട്ടായിട്ട് നല്ല രീതിയിൽ തേച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിലൊക്കെ കിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ചീസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതിലേക്കാളും വലിയ ബണ്ണൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 2 വര എക്സ്ട്രാ കൂടെ മുറിച്ച് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഫ്ലേവർ ആ ബണ്ണിന് കിട്ടും. അപ്പോൾ ഞാനിതുപോലെ ചീസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബണ്ണും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചീസൊന്ന് മെൽട്ടാകുന്നത് വരെ നമ്മൾ ചൂടാക്കി എടുത്താൽ മതിയാവും. ഓവനില്ലാത്തവരാണെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. ഇനി ബണ്ണിലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബ്രെഡിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിന് മുകളിൽ ബട്ടർ സ്പ്രെഡ് ചെയ്യാം. അതിന് മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുത്തിട്ട് ഒരു പീസ് ബ്രെഡും കൂടെ ഇതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് പാനിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ബണ്ണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് നേരം വെച്ചാൽ തന്നെ നമുക്ക് ആ ചീസൊക്കെ അലിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ബ്രെഡ് നമുക്ക് ഇതേപോലെ ഒരു പാനിൽ അല്പം ഓയിലാക്കി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ളിലെ ചീസൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ചെയ്തിട്ട് കിട്ടും. അങ്ങനെ എളുപ്പത്തിലൊരു ഗാർലിക് ചീസ് ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബണ്ണിനേക്കാളും കഴിക്കാൻ രുചിയുള്ളത് ബ്രെഡ് ടോസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് സ്നാക്സിന് കൊടുക്കാനായാലും നമുക്ക് സ്കൂൾ വിട്ട് വന്നാൽ വൈകുന്നേരം ചായയുടെ കൂടെ കൊടുക്കാനായാലും കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ബട്ടർ മിക്സ് വീട്ടിൽ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ചീസും ബട്ടറൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ബന്ന് കഴിക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.